വൃക്കകളുടെ ആരോഗ്യത്തെക്കുറിച്ച് ജനങ്ങൾക്ക് അറിവ് നൽകുന്നതിനാണ് എല്ലാ വർഷവും മാർച്ചിലെ 2ാമത്തെ വ്യാഴാഴ്ച ലോക വൃക്ക ദിനമായി ആചരിക്കുന്നത്. ഈ വൃക്ക ദിനത്തിൽ നമ്മോടൊപ്പം ഉള്ളത് കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ഡോക്ടർ സംഗീത സജീഷാണ്. സ്വാഗതം ഡോക്ടർ. ഡോക്ടർ, ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിൽ കിഡ്നികൾക്കുള്ള പങ്കിനെ കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഇപ്പം ഈ വർഷം വേൾഡ് കിഡ്നി ഡേ മാർച്ച് 14 ആചരിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ചും വൃക്കരോഗികളുടെ എണ്ണം കൂടിക്കൊണ്ട് വരികയാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൽ പൊതുവെ നോക്കുകയാണെങ്കിൽ. അപ്പം കിഡ്നിക്ക് ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിൽ തീർച്ചയായിട്ടും കൃത്യമായ പങ്കുണ്ട്. സാധാരണ നമ്മൾ വിചാരിക്കുന്നത് കിഡ്നിയുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് ശരീരത്തിലെ വിസർജ്യ വസ്തുക്കൾ, വേസ്റ്റ് മെറ്റീരിയൽ പുറന്തള്ളുക എന്ന് പറയുന്നതാണ്. പക്ഷെ അത് മാത്രമല്ല കിഡ്നിയുടെ ജോലി. അതല്ലാതെ ധാരാളം ഇലക്ട്രോലൈറ്റ് ബാലൻസസ്, ലവണങ്ങളുടെ ക്രമീകരണം, അതുമാത്രമല്ല ജലാംശത്തിൻ്റെ ക്രമീകരണം, പിന്നെ ധാരാളം ഹോർമോണുകളുടെ ഉൽപ്പാദനം, ഇങ്ങനെ രക്തസമ്മർദ്ദത്തിൻ്റെ നിയന്ത്രണം, ഇങ്ങനെ മറ്റു പല കാര്യങ്ങളിലും കിഡ്നിക്ക് പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ വൃക്കരോഗങ്ങളുടെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ തുടക്കത്തിലുള്ള രോഗാവസ്ഥയിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകണമെന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് വൃക്കരോഗങ്ങളെക്കുറിച്ചുള്ള അവബോധം ജനങ്ങൾക്ക് കൂടുതലായിട്ട് വേണം. എന്നാൽ മാത്രമേ ഏർലി സ്റ്റേജസ് ഓഫ് കിഡ്നി ഡിസീസ്, അതായത് തുടക്കത്തിലുള്ള വൃക്കരോഗത്തിൻ്റെ ഘട്ടങ്ങളിൽ നമുക്ക് രോഗം കണ്ടുപിടിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സാധിക്കുകയുള്ളൂ. ഇപ്പം ഡോക്ടർ തന്നെ പറഞ്ഞു, നമുക്ക് ആദ്യം തുടക്കത്തിൽ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടണം എന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് എങ്ങനെയാണ് ഒരാൾ കിഡ്നി രോഗിയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? എന്തായിരിക്കും ശരീരം പ്രകടിപ്പിക്കുന്ന ലക്ഷണങ്ങൾ? ഓക്കെ, പലതരത്തിലുള്ള വൃക്കരോഗങ്ങൾ തന്നെ പലതരത്തിൽ വരാം. അതായത് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, അതായത് പെട്ടെന്നുണ്ടാകുന്ന കിഡ്നിയുടെ അസുഖങ്ങളുണ്ട്. അതുപോലെ തന്നെ ക്രോണിക് കിഡ്നി ഡിസീസ്, കുറച്ച് സ്ഥായിയായ കിഡ്നിയുടെ സ്തംഭനം, ക്രോണിക് കിഡ്നി ഡിസീസ് ഉണ്ട്. അപ്പം പെട്ടെന്നുണ്ടാകുന്ന കിഡ്നിയുടെ അസുഖങ്ങൾ എന്ന് പറയുന്നത് സാധാരണ ഇൻഫെക്ഷൻസിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പനി, ഉദാഹരണത്തിന് ഡെങ്കിപ്പനി, മലേറിയ, അതുപോലെയുള്ള പനിയുടെ ഭാഗമായിട്ട്, ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് മറ്റ് അവയവങ്ങളെ അല്ലെങ്കിൽ ബാധിക്കുന്നതിനോടൊപ്പം തന്നെ കിഡ്നിയും കൂടെ ബാധിക്കുന്നതാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്നത്. അത് യൂഷ്വലി പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ ചെന്ന് അസുഖത്തിൻ്റെ ഭാഗമായിട്ടുള്ള രക്തപരിശോധനകളുടെ ഭാഗമായിട്ടായിരിക്കും പെട്ടെന്ന് ക്രിയാറ്റിൻ കൂടുതലാണെന്നോ അല്ലെങ്കിൽ കിഡ്നിയുടെ പ്രവർത്തനം തീരെ മോശമാണെന്നോ ഒക്കെ തിരിച്ചറിയുന്നത്. അതേസമയം ക്രോണിക് കിഡ്നി ഡിസീസസ് എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതലായിട്ടും അത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഉദാഹരണത്തിന് ഏറ്റവും കൂടുതലായിട്ട് ഡയബറ്റിസ് അഥവാ പ്രമേഹം, രക്താതിസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ടാകുന്ന അസുഖങ്ങളായിരിക്കും. ഇത് മാത്രമല്ല, മറ്റു പല അസുഖങ്ങൾ കാരണവും ക്രോണിക് കിഡ്നി ഡിസീസ്, അതായത് സ്ഥായിയായി ഉണ്ടാകുന്ന വൃക്കയുടെ സ്തംഭനം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനുള്ള അത് ഓരോ വൃക്കകളുടെ പ്രവർത്തനത്തിൻ്റെത് അറിയണമെങ്കിൽ കൃത്യമായിട്ടുള്ള മൂത്രപരിശോധനകളും പിന്നെ ക്രിയാറ്റിനിൻ പോലെയുള്ള രക്തപരിശോധനകളും വഴിയാണ് മനസ്സിലാക്കുന്നത്. അത് കിഡ്നിയുടെ പ്രവർത്തനത്തിൻ്റെ ഘടന അനുസരിച്ച് അത് പല സ്റ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് സ്റ്റേജ് 1 തൊട്ട് 5 വരെയുള്ള പല സ്റ്റേജിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കിഡ്നിയുടെ പ്രവർത്തനം, എത്ര നാളായിട്ടുള്ള കിഡ്നിയുടെ ഡാമേജസ് ആണ് ഉള്ളത്, കിഡ്നിയിലുള്ള പ്രോട്ടീൻ, മൂത്രത്തിലൂടെയുള്ള പ്രോട്ടീൻ ലീക്ക്, ഇങ്ങനെ തുടങ്ങിയ മറ്റു പല പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് അത് കണ്ടുപിടിക്കുന്നത്. അപ്പം ആ ഒരു സ്റ്റേജ് വെച്ചിട്ട് ആദ്യത്തെ ഒരു 3 സ്റ്റേജ് വരെ കിഡ്നിയുടെ പ്രവർത്തനത്തിന് ഉതകുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുമ്പോഴേക്കും കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നതിനുള്ള സാധ്യത കുറച്ചുകൂടി കൂടുതലാണ്. സ്റ്റേജ് 4, 5 എന്നൊക്കെ പറയുമ്പോഴേക്കും കിഡ്നിയുടെ പ്രവർത്തനം 30% താഴെയായിട്ട് വരുന്ന അവസ്ഥയും, സ്റ്റേജ് 5 എന്ന് പറയുമ്പോഴത്തേക്ക് 15% താഴെയായിട്ടുള്ള കിഡ്നിയുടെ പ്രവർത്തന സ്തംഭനമായിട്ടാണ് കാണുന്നത്. അതായത് കൂടുതലും നമ്മൾ ഡയാലിസിസ് പേഷ്യൻസ് എന്നൊക്കെ പറയുമ്പോഴേക്കും കിഡ്നിയുടെ പ്രവർത്തനം 15% താഴെയായിട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ക്രിയാറ്റിൻ്റെ അളവ് നോക്കിയാണ് നമുക്ക് കിഡ്നി രോഗം ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കുന്നതെന്ന് പറഞ്ഞു. ക്രിയാറ്റിൻ്റെ അളവ് നോർമൽ ആയിരിക്കുന്ന സാഹചര്യത്തിലും കിഡ്നി രോഗം വരാനുള്ള സാധ്യതയില്ലേ? സാധ്യതയുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ക്രിയാറ്റിനിൻ്റെ വാല്യൂ, ഇപ്പോൾ 20 വയസ്സുള്ള ഒരാളുടെ ക്രിയാറ്റിൻ വാല്യൂവും 80 വയസ്സുള്ള ഒരാളുടെ ക്രിയാറ്റിൻ വാല്യൂവും 1 മില്ലിഗ്രാം ആണെങ്കിലും കിഡ്നിയുടെ ഫംഗ്ഷനിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും ക്രിയാറ്റിൻ്റെ വാല്യൂ മാത്രമല്ല കിഡ്നിയുടെ ഫംഗ്ഷൻ്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. കിഡ്നിയുടെ ഫംഗ്ഷൻ മനസ്സിലാക്കുന്നതിൻ്റെ ഒരു ഘടകം മാത്രമാണ് ക്രിയാറ്റിൻ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് പല മെഡിസിൻസ് കൊടുക്കുന്നതിനും ഒക്കെ കിഡ്നിയുടെ ഫംഗ്ഷൻ റേറ്റ് വെച്ചിട്ടാണ് GFR അഥവാ കിഡ്നി ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ് എന്നുള്ളതാണ് കിഡ്നിയുടെ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഘടകം മാത്രമാണ് ക്രിയാറ്റിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ക്രിയാറ്റിൻ വാല്യൂ ഒരേ ഡിഫറെൻറ്റ് ഏജിലുള്ള, അത് പല പ്രായത്തിലുള്ള ആൾക്കാരിലുള്ള സെയിം വാല്യൂ ആണെങ്കിലും ഫംഗ്ഷൻ റേറ്റ് വ്യത്യാസമായിരിക്കാം.
പിന്നെ ക്രിയാറ്റിനിൻ മാത്രം പോരാ കിഡ്നിയുടെ ഫങ്ഷൻ നോക്കുന്നതിനായിട്ട്. ക്രിയാറ്റിൻ നോർമലായിരിക്കുമ്പോൾ പോലും കിഡ്നിയിൽ വ്യത്യാസം ഡാമേജസ് ഉണ്ടാകുന്ന തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാം. അതിൽ പ്രോട്ടീൻ പ്രധാനമായിട്ടും മൂത്രത്തിൽ പ്രോട്ടീൻ്റെ അംശം വരുന്ന അസുഖങ്ങളിൽ പലപ്പോഴും തുടക്കത്തിലെ സമയത്ത് കുറേ നാളത്തേക്കും ക്രിയാറ്റിനിൻ നോർമൽ തന്നെ നിൽക്കാം, പക്ഷേ മൂത്രത്തിലെ പ്രോട്ടീൻ ലീക്ക് ആയിരിക്കും പ്രധാനപ്പെട്ട രോഗലക്ഷണം. അപ്പോൾ അതുകൊണ്ട് മൂത്ര പരിശോധനകളും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം പ്രോട്ടീൻ ലീക്ക് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, എങ്ങനെ മനസ്സിലാകും? സാധാരണ രീതിയിൽ മൂത്രപരിശോധനകളിലൂടെയാണ് മനസ്സിലാവുന്നത്. അല്ലാതെ രോഗി പലപ്പോഴും പറയുന്നത്, നോട്ടീസ് ചെയ്യുന്നത് മൂത്രം ഒഴിച്ചതിന് ശേഷമുള്ള പത കൂടുതലായിട്ട് കാണുന്നതായിരിക്കും നോട്ടീസ് ചെയ്യുന്നത്. അത് മാത്രമല്ലാതെ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കുള്ള കൺപോളകളിലെ നീര് അത് കൂടുന്ന സമയത്ത്, ഈ പ്രോട്ടീനിലേക്ക് ക്രമാതീതമായി വർദ്ധിക്കുന്ന സമയത്ത് കാലുകളിൽ നീര് കാണാം. നീര് കൂടുതൽ നേരം നിലനിൽക്കുന്നത്, ഇതൊക്കെ പ്രോട്ടീൻ ലീക്കിന്റെ ലക്ഷണങ്ങളായിട്ട് പറയാം. കിഡ്നി സ്റ്റോൺ തൊട്ട് കിഡ്നി ഫെയിലിയർ വരെ ഉണ്ട് കിഡ്നി രോഗങ്ങൾ. അപ്പം പ്രധാനമായിട്ട് കിഡ്നിയെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാമോ? പ്രധാനമായിട്ടും കിഡ്നിയെ ബാധിക്കുന്ന രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ഉണ്ട്, ക്രോണിക് കിഡ്നി ഡിസീസ് ഉണ്ട്. അപ്പോൾ ക്രോണിക് ആയിട്ട് വരുന്ന അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കതും റിക്കവർ ചെയ്യുന്നതായിരിക്കും. ആ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്ത് കഴിയുമ്പോഴേക്കും റിക്കവർ ചെയ്യുന്നതായിരിക്കും. അതേസമയം ഈ ജീവിതശൈലി രോഗങ്ങൾ, പ്രമേഹം, രക്താതിസമ്മർദ്ദം തുടങ്ങിയവ ഉണ്ടാകുന്ന അസുഖങ്ങൾ കുറച്ച് വർഷം കഴിയുമ്പോഴേക്കും കിഡ്നിയിൽ കൂടുതലായിട്ട് ഡയബറ്റീസിൻ്റെ, BP-യുടെ ഒക്കെ ഹൈപ്പർ ടെൻഷൻ്റെ ഒക്കെ കിഡ്നിയിലെ ഫങ്ഷൻ കാലക്രമേണ മോശമായി വരുന്നതാണ് കാണുന്നത്. അപ്പം അതാണ് പ്രധാനപ്പെട്ടത്. പിന്നെ അല്ലാതെ ഈ പറഞ്ഞതുപോലെ സ്റ്റോൺസ്, കിഡ്നിയിൽ തടസ്സം ഉണ്ടാക്കുന്ന സ്റ്റോണുകൾ ഉണ്ടാകാം, അത് കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കും. പിന്നെ തുടർച്ചയായിട്ടുണ്ടാകുന്ന റിക്കറൻ്റ് ആയിട്ടുള്ള യൂറിനറി ഇൻഫെക്ഷൻ കാരണം കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. പിന്നെ പ്രായമായ പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കാരണം കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കാം. പിന്നെ ഇത് മാത്രമല്ലാതെ പല സിസ്റ്റ് പോലത്തെ അസുഖങ്ങൾ, സിസ്റ്റിക് ഡിസീസസ് ഉണ്ട് കിഡ്നിയെ ബാധിക്കുന്നത്, പല ജനിതക അസുഖങ്ങളുണ്ട് കിഡ്നിയെ ബാധിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കാരണം കിഡ്നിയുടെ ഫങ്ഷൻ മോശമാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് പൊതുവേ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് പ്രമേഹവും രക്താതിസമ്മർദ്ദവും തന്നെയാണെന്ന് പറയേണ്ടി വരും. ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങളുള്ളവർ കിഡ്നിയുടെ ആരോഗ്യത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ശ്രദ്ധ കൊടുക്കേണ്ടത്? അതെ, പ്രധാനമായിട്ടും തുടക്കത്തിലെ ഡയബറ്റീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പ്രധാനമായും പ്രത്യേകിച്ചും ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, തുടക്കത്തിലുള്ള കുറേ കാലഘട്ടത്തിൽ നമ്മൾ അറിയണമെന്നില്ല, പ്രമേഹം ഉള്ളത് തിരിച്ചറിയപ്പെടണമെന്നില്ല. അത് രോഗലക്ഷണങ്ങൾ കൂടുന്ന സമയത്തായിരിക്കും രോഗി തന്നെ അറിയുന്നത് താനൊരു ഡയബറ്റിക് ആണെന്നുള്ളത്. ആ സമയത്ത് പലപ്പോഴും കുറേ നാളത്തെ ഒരു സമയം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രധാനമായിട്ടും ഡയബറ്റിക് കൺട്രോൾ, അതുപോലെ പ്രഷറിൻ്റെ കൺട്രോൾ, ഇത് രണ്ടും പ്രധാനമാണ്. അതേപോലെ കൃത്യമായ ചെക്കപ്പ് വളരെ അത്യാവശ്യമാണ്. മൂത്രത്തിലെ പ്രോട്ടീനിൻ്റെ സാന്നിധ്യം, അതുപോലെ മൂത്രത്തിൽ ബ്ലഡിൻ്റെയോ ചുവന്ന രക്താണുക്കളുടെ സാന്നിധ്യം, അതുപോലെ പ്രോട്ടീൻ്റെത്. പിന്നെ ഡയബറ്റിക് പേഷ്യൻസിൽ കൂടുതലായിട്ടും യൂറിനറി ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇൻഫെക്ഷൻസ് വരാതിരിക്കുക. പിന്നെ ഡയബറ്റിക് പേഷ്യൻറ്റിലെ യൂറിനറി ഇൻഫെക്ഷൻസ് മാത്രമല്ല, അതുപോലെ സ്കിൻ ഇൻഫെക്ഷൻസ്, സ്കിന്നിലുണ്ടാകുന്ന തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങളൊക്കെ ഡയബറ്റിക് പേഷ്യൻസിൽ കൂടുതലായിരിക്കും. അപ്പം ഉണങ്ങാത്ത മുറിവുകൾ, അത് കിഡ്നിക്ക് അതുപോലെ ദോഷകരമാവുന്ന ഒരു ഇതാണ്. അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഡയബറ്റിക് പേഷ്യൻസ്, പ്രധാനമായിട്ടും ഡയബറ്റീസിൻ്റെയും BP-യുടെയും കൺട്രോള്, പിന്നെ ആഹാരത്തിൽ കൃത്യമായ നിയന്ത്രണം, പിന്നെ കൃത്യമായിട്ടുള്ള ചെക്കപ്പ്, അത് പ്രധാനമാണ്. പിന്നെ നമ്മൾ പലപ്പോഴും ക്രിയാറ്റിനിൻ മാത്രം നോക്കുന്നതായിരിക്കും നമ്മൾ പൊതുവെ കാണുന്നത്. പക്ഷേ മൂത്രപരിശോധനകൾ ഒഴിവാക്കാൻ പറ്റാത്തതാണെന്നുള്ളതാണ് പ്രത്യേകിച്ചും നോക്കേണ്ടത്. പിന്നെ ഇത് മാത്രമല്ല, ഒരു വീട്ടിൽ ഒരു ഡയബറ്റിക് ആയിട്ടുള്ള ഒരു അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അപ്പനോ അമ്മൂമ്മയോ ഒക്കെ ഉണ്ടെങ്കിൽ അടുത്ത തലമുറയിലുള്ള ആൾക്കാർക്കും കൂടി ആ ഒരു കൃത്യമായ ഒരു ചെക്കപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവരോട് അറിയുകയാണെങ്കിൽ, ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം പ്രയോജനപ്പെടും. നമ്മൾ കിഡ്നി സ്റ്റോൺ വരുമ്പം പറയാറുണ്ട് ഒരുപാട് വെള്ളം കുടിക്കണം എന്ന് പറയാറുണ്ട്. എന്നാൽ നമ്മൾ കിഡ്നി രോഗികളോട് പറയാറുണ്ട് വെള്ളത്തിന്റെ അളവ് പരിമിതപ്പെടുത്തണം എന്ന്. ഇതിന് പിന്നിലൊരു തത്വത്തെ കുറിച്ചൊന്ന് പറയാം. പലപ്പോഴും ആൾക്കാർ സംഭവിക്കുന്നത് ഗൂഗിൾ നോക്കിയോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് നോക്കിയിട്ടോ വെള്ളം കുടിക്കണോ കുടിക്കണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലും. അത് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്രിയാറ്റിൻ ഒരേപോലുള്ള വാല്യൂ ഉള്ളവരിൽ പോലും വ്യത്യാസമായിട്ടുള്ള കിഡ്നി ഫംഗ്ഷൻ റേറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഓരോ രോഗിക്കും അനുസരിച്ചിട്ടാണ് ഈ വെള്ളത്തിന്റെ നിയന്ത്രണം പറയുന്നത്. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള നിയന്ത്രണം ആയിരിക്കില്ല പറയുന്നത്. അപ്പം നീരുള്ള വ്യക്തിക്ക് അല്ലെങ്കിൽ കിഡ്നിയുടെ ഫംഗ്ഷൻ മോശമാകുമ്പോഴത്തേക്കുമാണ് വെള്ളത്തിന്റെ നിയന്ത്രണം പറയുന്നത്. അതുപോലെ തന്നെ രോഗി ഒരു ദിവസം ഒഴിക്കുന്ന മൂത്രത്തിൽ
വെള്ളത്തിൻ്റെ അളവ്, ഇങ്ങനെ പല ഘടകങ്ങളെ, രോഗിക്കുണ്ടാകുന്ന ശ്വാസം മുട്ടൽ, മറ്റ് നീർക്കെട്ടിൻ്റെ ലക്ഷണങ്ങൾ, ഇങ്ങനെ പല ഘടകങ്ങളെ വെച്ചിട്ടാണ് വെള്ളത്തിൻ്റെ അളവ് പറയുക. പൊതുവിൽ പറയുകയാണെങ്കിൽ കിഡ്നി ഫംഗ്ഷൻ നോർമലായിട്ടൊരു വ്യക്തിക്ക് കിഡ്നി സ്റ്റോണിൻ്റെ വരികയോ അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻസ് വരികയോ ചെയ്യുകയാണെങ്കിൽ വെള്ളം കൂടുതലായി കുടിക്കുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. പക്ഷേ നീരോ നീർക്കെട്ടിൻ്റെ ലക്ഷണങ്ങളോ ഉള്ളൊരു വ്യക്തിക്ക് ശ്വാസം മുട്ടലോ മറ്റ് അസുഖങ്ങളോ, ഉദാഹരണത്തിന് പ്രമേഹമുള്ള വ്യക്തിക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കാണാം. അപ്പോൾ വൃക്ക സംബന്ധമായ അസുഖമുള്ളവർ വേറൊരാൾക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളോ ലിവർ സംബന്ധമായ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിലൊക്കെ വെള്ളത്തിൻ്റെ നിയന്ത്രണം വ്യത്യാസം വരും. അപ്പോൾ ഒരു ഡോക്ടറുടെ അഡ്വൈസിനനുസരിച്ച് മാത്രമേ വെള്ളത്തിൻ്റെ അളവ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സാധാരണ നമ്മൾ കേൾക്കാറുണ്ട്, അതായത് കിഡ്നി രോഗികൾ കരിക്കും വെള്ളം കുടിക്കരുത് എന്ന് പറയും. അതിന് പിന്നിൽ എന്താ റീസൺ? കരിക്കിൻ വെള്ളം പൊട്ടാഷ്യം വളരെ കൂടുതലാണ്. ഇപ്പോൾ സാധാരണ ഒരു വ്യക്തിക്ക് നോർമൽ കിഡ്നി ഫംഗ്ഷൻ ഒരാൾ ഒരു ഗ്ലാസ് കരിക്കിൻ വെള്ളം കുടിച്ചതുകൊണ്ട് നമ്മുടെ കിഡ്നി അതിന് നോർമലായി തന്നെ പുറന്തള്ളാൻ കിഡ്നിക്കുള്ള കഴിവുണ്ട്. അതേസമയം കിഡ്നിയുടെ ഫംഗ്ഷൻ മോശമാകുന്നതിനനുസരിച്ച് ഈ പൊട്ടാഷ്യം ശരീരത്തിൽ അവിഞ്ഞു കൂടും. അപ്പോൾ പൊട്ടാഷ്യം ശരീരത്തിൽ കൂടുന്നത് ഹൃദയത്തിനും ഒക്കെ ദോഷകരമാണ്. അതുകൊണ്ടാണ് പൊട്ടാഷ്യത്തിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നിയന്ത്രിക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ കരിക്കിൻ വെള്ളം മാത്രമല്ല, ഏത്തപ്പഴം, എല്ലാത്തിലും പൊട്ടാഷ്യം, വെജിറ്റബിൾസിലെല്ലാം പൊട്ടാഷ്യം, പ്രത്യേകിച്ച് ജ്യൂസസിൽ പൊട്ടാഷ്യം കൂടുതലായിരിക്കും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് ചൂടുവെള്ളത്തിലിട്ട് അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് ലീച്ച് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് കിഡ്നി ഫംഗ്ഷൻ മോശമായ പേഷ്യൻസിനോട് പറയുന്നത്. അത് പൊട്ടാഷ്യത്തിൻ്റെ അളവ് ശരീരത്തിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ സൈഡ് എഫക്ട്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുമാണ്. ഡോക്ടർ പറഞ്ഞപ്പോൾ മനസ്സിലായി, അതായത് കിഡ്നി രോഗികളുടെ ഡയറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം കിഡ്നി രോഗി ഒരു ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ടത്? കിഡ്നി രോഗി ഇപ്പം എന്ത് കാരണം കൊണ്ടാണ് ഉണ്ടായ അസുഖങ്ങൾ എന്നുള്ളത്, ഉദാഹരണം പ്രമേഹം കാരണം ഉണ്ടായ കിഡ്നിയുടെ അസുഖമാണെങ്കിൽ പ്രമേഹത്തിൻ്റെ കൺട്രോളും പ്രഷറിൻ്റെ കൺട്രോളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഡയബറ്റിക് ആയ ഒരു വ്യക്തിക്ക് അത് പ്രത്യേകിച്ച് 3 മാസത്തെ ആവറേജ് ഷുഗർ അതൊക്കെ വളരെ നല്ല രീതിയിലുള്ള കൺട്രോളിൽ പോകണം. ഒരു 6.5 to 7 ആ ലെവലിൽ നിൽക്കണം. പിന്നെ ബ്ലഡ് പ്രഷറിൻ്റെ കൺട്രോൾ ഒരു 138 130/80 താഴെ BP ഉണ്ടായിരിക്കണം. ആ ലെവലിലെ BP നിൽക്കാവുള്ളൂ. അതിൽ കൂടുന്നത് കിഡ്നിക്കും ദോഷകരമാണ്. പിന്നെ ഉപ്പിൻ്റെ അളവ് നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. പിന്നെ പൊട്ടാഷ്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. പൊട്ടാഷ്യത്തിൻ്റെ അളവ് എല്ലാ പച്ചക്കറികളിലും പഴങ്ങളിലും എല്ലാം പൊട്ടാഷ്യം ഉണ്ട്. നമുക്കത് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുന്നതിന് പറ്റില്ല. അതിനുള്ളൊരു നിയന്ത്രിക്കാനുള്ളൊരു മാർഗ്ഗമാണ് ആഹാരത്തിൽ പച്ചക്കറികളൊക്കെ കുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട്, പാചകം ചെയ്യുന്നതിന് മുമ്പായിട്ട് ലീച്ച് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് വെള്ളം ചൂടുവെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം ഊറ്റിക്കളയുക എന്ന് പറയുന്നൊരു ഇത്. പിന്നെ ആഹാരത്തിൽ പച്ചക്കറികളുടെ അല്ലെങ്കിൽ ജ്യൂസസിൻ്റെയൊക്കെ ഉപയോഗം കുറയ്ക്കുക, ഇതൊക്കെ ചെയ്യാം. പിന്നെ പ്രോട്ടീൻ്റെ അളവ്, അതാണ് പിന്നെ പ്രധാനമായിട്ടും ഉള്ളത്. ഇപ്പോൾ ഒരു പ്രോട്ടീൻ, ഒരു സാധാരണ വ്യക്തിക്ക് ഒരു പ്രോട്ടീൻ എന്ന് പറയുന്നത് 1 gram per kg ആണ് ഒരാളുടെ റെക്കമെൻഡഡ് ഡെയിലി അലവൻസ് എന്ന് പറയുന്ന പ്രോട്ടീൻ. അതേസമയം വൃക്കകളുടെ പ്രവർത്തനം വ്യത്യാസത്തിനനുസരിച്ച് അതൊരു 0.8 gram per kg per day ആണ് പ്രോട്ടീൻ അഡ്വൈസ് ചെയ്യുന്നത്. ഇത് തന്നെ നമുക്ക് ഒരു ഡയാലിസിസ് പേഷ്യൻ്റ് ആണെങ്കിൽ ഇത് വ്യത്യാസമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ കിഡ്നി ഡിസീസ് ഉള്ള പേഷ്യൻസ് എന്ന് പറയുമ്പോൾ തന്നെയും അവർ എന്ത് വിഭാഗത്തിൽ പെടുന്നു, അവരുടെ സ്റ്റേജ് എന്താണ്, അവരുടെ കിഡ്നിയുടെ ഫംഗ്ഷൻ എത്രയാണെന്നുള്ളതിനനുസരിച്ചാണ് ഈ ഡയറ്റ് വ്യത്യാസപ്പെടും. അപ്പം അതുകൊണ്ട് തന്നെ ഒരു രോഗിയോട് ഡോക്ടർ പറയുന്ന നിയന്ത്രണങ്ങൾ മറ്റൊരു രോഗിക്ക് അതേപോലെ പ്രായോഗികമാണോന്നില്ല. ഓരോ പേഷ്യൻ്റെയും കിഡ്നി ഫംഗ്ഷൻ അനുസരിച്ചും അവരുടെ എന്താണ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതിനനുസരിച്ചുമായിരിക്കും നമ്മൾ ഡയറ്റ് അഡ്വൈസ് ചെയ്യുന്നത്. പക്ഷേ പൊതുവേ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക, പിന്നെ ഉപ്പ് കൂടുതലടങ്ങിയ ആഹാരം, അച്ചാറ്, പപ്പടം, ഇതൊക്കെ കുറയ്ക്കുക. പിന്നെ ഉപ്പിന് പകരമുള്ളത് ഇന്ദുപ്പ് അങ്ങനെയൊന്നും ഉപയോഗിക്കാതിരിക്കുക. പൊട്ടാഷ്യത്തിൻ്റെ അളവ് കുറയ്ക്കുക, പ്രോട്ടീൻ്റെ അളവ് കുറയ്ക്കുക, ഇതൊക്കെയാണ് പൊതുവേ ഉള്ളത്. പിന്നെ ഏറ്റവും പ്രധാനം നമ്മൾ സാധാരണയായിട്ട് കാണുന്നതാണല്ലോ ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻസ്, അല്ലെ, വേദന സംഹാരികൾ വാങ്ങിച്ച് കഴിക്കുന്ന ഒരു പ്രവണത പൊതുവേ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതാണ് കിഡ്നിക്ക് ഏറ്റവും കൂടുതൽ ദോഷകരമായിട്ടുള്ളത്. അപ്പം കിഡ്നിക്ക് ദോഷകരമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, ഇൻഫെക്ഷൻസ് വരാതിരിക്കുക, കിഡ്നിക്ക് ദോഷകരമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, ഈ ഓവർ ദ കൗണ്ടർ പെയിൻ കില്ലേഴ്സ് വാങ്ങിച്ച് ഉപയോഗിക്കാതിരിക്കുക, ഇതൊക്കെയാണ് കിഡ്നിയുടെ ഉള്ള പ്രവർത്തനം സംരക്ഷിച്ചുകൊണ്ട് പോകാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഡോക്ടർ ഇപ്പോൾ ഓവർ ദ കൗണ്ടർ മെഡിസിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം കഴിക്കേണ്ട മരുന്നുകൾ പോലും കിഡ്നിയെ ബാധിക്കുമോ എന്ന് വിചാരിച്ച് കഴിക്കാതിരിക്കുന്ന ഒരു കൂട്ടം രോഗികളുണ്ട്. അതെ അതെ, അതുപോലെ തന്നെയാണ് ആവശ്യത്തിലധികം മരുന്നുകൾ കഴിക്കുന്ന രോഗികളുണ്ട്. അപ്പൊ ഇവർക്ക് നൽകാൻ പറ്റുന്ന ഒരു ഉപദേശം എന്തായിരിക്കാം? അതെ, നമ്മൾ കിഡ്നിയുടെ പ്രവർത്തനം പല മെഡിസിൻസ് മാത്രമല്ല, മെഡിസിൻസ് കാരണമുള്ള പല മെഡിസിൻസ്, നമ്മുടെ അലോപ്പതിക് മെഡിസിൻസ് നമുക്കറിയാം കൊടുക്കുമ്പോഴേക്കും എത്രമാത്രം കിഡ്നിയിൽ വ്യത്യാസം ഉണ്ടാക്കും, അല്ലെങ്കിൽ കിഡ്നിയുടെ ഫംഗ്ഷൻ അനുസരിച്ച് അതിൻ്റെ ഡോസ് നമ്മൾ വ്യത്യാസം വരുത്തും. ഉദാഹരണത്തിന് കിഡ്നിയുടെ ഫംഗ്ഷൻ 15% താഴെയുള്ള ഒരു വ്യക്തിക്ക് കൊടുക്കാവുന്ന ഡോസും 45% 60% ഉണ്ടാകുന്ന ഒരു ഫംഗ്ഷനുള്ള ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഡോസും രണ്ടും വ്യത്യാസമാണ്. അതേസമയം മറ്റ് പല മെഡിസിൻസും ഇത് ഓവർ ദ കൗണ്ടറായിട്ട്, അതായത് പോയി വാങ്ങിച്ച് മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിച്ച് കഴിക്കുന്ന ഒരു വ്യക്തി ഇതൊന്നും അറിയാതെയാണ്
എടുത്ത് കഴിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഡോസ് വ്യത്യാസം വരുമ്പോഴേക്കും കിഡ്നിയുടെ ഫംഗ്ഷൻ മോശമാവാനുള്ള സാധ്യതയാണ്. അതുപോലെ അത് പെയിൻ കില്ലേഴ്സ് ആണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. പിന്നെ നമുക്ക് പൊതുവേ നമ്മൾ നാട്ടിൽ കാണുന്നൊരു പ്രവണതയുണ്ടല്ലോ, നാട്ടുമരുന്ന്, നീറ്റുമരുന്ന്, പച്ചമരുന്ന് എന്നൊക്കെ ഉപയോഗിക്കുക. ഇതെല്ലാം കിഡ്നിക്ക് ദോഷകരമായിട്ടുള്ള ഇതാണ്. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാന്ന് പറയുന്നതാണ് നമുക്ക് രോഗികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം. കിഡ്നി സ്റ്റോൺ സാധാരണ ഒരുപാട് പേരിൽ ഇപ്പം കിഡ്നി സ്റ്റോൺ കണ്ടുവരുന്നുണ്ട്. കിഡ്നി സ്റ്റോൺ നാട്ടുമരുന്നുകൾ കഴിച്ച് വേദന കുറയുമ്പോഴത്തേക്ക് കഴിക്കാതിരിക്കുക, ആ രീതിയിൽ പോകുന്ന ആൾക്കാരും ഒരുപാടുണ്ട്. അപ്പോൾ ഈ കിഡ്നി സ്റ്റോൺ കൃത്യമായി ചികിത്സിക്കാതിരുന്നാൽ കിഡ്നി ഫെയിലിയറിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ടോ? തീർച്ചയായിട്ടും കിഡ്നി സ്റ്റോണിൻ്റെ പലതരത്തിലുണ്ട്. ഈ പറയുന്ന നാട്ടുമരുന്നുകൾ കഴിച്ച് കിഡ്നി ഫംഗ്ഷൻ മോശമാകുന്ന പേഷ്യൻസും ഉണ്ട്. അല്ലാതെ കിഡ്നി സ്റ്റോൺ കാരണം ആ സ്റ്റോൺ ഉണ്ടാകുന്ന തടസ്സം കാരണം കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം കിഡ്നി സ്റ്റോണിൻ്റെ പെയിൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, സ്കാൻ ചെയ്ത് നോക്കുക. കിഡ്നിക്ക് തടസ്സം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, കിഡ്നി അതായത് മൂത്രത്തിൻ്റെ സുഗമമായ ഒഴുക്കിന് തടസ്സം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ തടസ്സം മാറ്റുക എന്നുള്ളതാണ് അതിന് പ്രധാനമായിട്ടും ചെയ്യാനുള്ളത്. പിന്നെ ഈ കല്ല് ഉരുക്കി കളയാൻ എന്ന് പറഞ്ഞ് കഴിക്കുന്ന പല മെഡിസിൻസും ചിലപ്പോൾ കിഡ്നിക്ക് അല്ലാതെ തന്നെ ദോഷം, ഇന്റർസ്റ്റിഷ്യൽ നെഫ്രൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ചില പ്രത്യേക കല്ല് ശരീരത്തിൽ കൂടുതലായിട്ട്, ഉദാഹരണത്തിന് ഇലുമ്പൻ പുളി കൂടുതലായിട്ട് കഴിച്ച് ജ്യൂസ് അടിച്ച് പ്രകൃതി ചികിത്സയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട്, മെലിയാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിക്കുന്ന പലരും ഉണ്ട്, ജ്യൂസ് അടിച്ച് കുടിക്കുന്നവർ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കിഡ്നി ഫെയിലിയർ ആയിട്ട് വരുന്ന ധാരാളം പേഷ്യൻസ് ഉണ്ട്. അവരിൽ പ്രത്യേകതരം ഒരു കല്ലുകൾ, ഓക്സലേറ്റ് കല്ലുകൾ കിഡ്നിയിൽ കൂടുതലായിട്ട് രൂപപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അത് കാരണം കിഡ്നി ഫെയിലിയറിൽ പോകുന്ന ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ എന്താ പറയുക, ഇൻ്റർനെറ്റിലും അങ്ങനെ കിട്ടുന്ന നാട്ടറിവുകൾ ഉപയോഗിച്ച് കൂടുതൽ ചികിത്സയ്ക്ക് പോകാത്തതാണ് കിഡ്നിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സ്റ്റോണിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ നല്ലത്. പിന്നെ കൂടുതലായിട്ട് വെള്ളം കുടിക്കുന്നത് കൊണ്ടൊന്നും തെറ്റില്ല. പക്ഷെ വെള്ളം കുടിച്ചും ഇങ്ങനത്തെ മരുന്നുകൾ കഴിച്ചും മാത്രം അലിയുന്ന കല്ലുകളായിരിക്കണമെന്നില്ല എല്ലാം. അപ്പോൾ തടസ്സം ഉണ്ടാക്കുന്നത് കല്ലുകൾ അതിൻ്റെ വലിപ്പത്തിനനുസരിച്ചും കല്ലിൻ്റെ പൊസിഷൻ അനുസരിച്ചും ഒക്കെ അതിൻ്റെതായ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമേ കിഡ്നിയുടെ ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. സാധാരണ ബോഡിയിൽ എന്തെങ്കിലും കാലിൽ നീരോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴായിരിക്കും കിഡ്നിക്ക് പ്രവർത്തനം മോശമായോ എന്ന് ചോദിച്ച് പറയുന്നത്. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു വൃക്കയുടെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ച അവസ്ഥയായിരിക്കാം. അപ്പം അത് നമുക്ക് എന്തെങ്കിലും മുൻകൂട്ടി, ഇപ്പം ഡോക്ടറിനെ പറഞ്ഞ യൂറിനിൽ വ്യത്യാസം വരാം എന്ന് പറഞ്ഞു. അപ്പം അത് നമുക്ക് അല്ലാതെ എങ്ങനെ അറിയാൻ പറ്റും? കാലിൽ നീര് വരുന്നതെന്ന് പറയുന്നത് കിഡ്നിയെ സംബന്ധിച്ചുള്ള അസുഖങ്ങൾക്ക് മാത്രമല്ല. നീര് വരുന്നത് ഇപ്പോൾ ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കാണെങ്കിൽ നീര് വരാം, ലിവർ സംബന്ധമായ, കരൾ സംബന്ധമായ രോഗങ്ങൾക്ക് നീര് വരാം. ഇത് മാത്രമല്ല, ശരീരത്തിലെ തൈറോയിഡിൻ്റെ സംബന്ധമായ അസുഖങ്ങൾക്ക്, ശരീരത്തിലെ രക്തക്കുറവ്, അനീമിയ ധാരാളം വളരെ കുറഞ്ഞായിട്ട്, ഹീമോഗ്ലോബിൻ വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ നീര് വരാം. പ്രോട്ടീൻ കണ്ടന്റ് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നീര് വരാം. അപ്പോൾ നീരിൻ്റെ പല കാരണങ്ങളുണ്ട്. പിന്നെ ഇത് മാത്രമല്ല, കാലിലെ രക്തഓട്ടത്തിൽ വ്യത്യാസം ഉണ്ട്, രക്തക്കുഴലിലെ രക്തഓട്ടത്തിൽ വ്യത്യാസമോ രക്തക്കുഴലുകൾക്ക് ബ്ലോക്ക് ഉണ്ടായാലോ എല്ലാം നീര് വരാം. അപ്പം നീരിന് ധാരാളം കാരണങ്ങളുണ്ട്. പക്ഷേ പൊതുവെ മൂത്രത്തിൽ പത കാണുക, പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൺപോളകൾക്കുള്ള നീര്, രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള കൂടുതലായിട്ട് കാലുകളിൽ കാണുന്ന നീര്, ഇതൊക്കെ കിഡ്നിയെ സംബന്ധിക്കുന്ന അസുഖങ്ങളാവാനാണ് സാധ്യത. അതോടൊപ്പം തന്നെ മൂത്രത്തിൽ കാണുന്ന വേറെ എന്തെങ്കിലും വ്യത്യാസം, അതായത് ഒന്ന് നിറവ്യത്യാസം, മൂത്രത്തിൽ പത ഓൾറെഡി പറഞ്ഞു, അല്ലാതെ കട്ടൻ ചായയുടെ നിറത്തിലോ അല്ലെങ്കിൽ മൂത്രത്തിലെ രക്തത്തിന്റെ നിറത്തിൽ മൂത്രം പോവുക. പിന്നെ മൂത്രത്തിന്റെ അളവിലുള്ള വ്യത്യാസം, മൂത്രത്തിന്റെ അളവ് തീരെ കുറയുകയോ അല്ലെങ്കിൽ വളരെ കൂടുകയോ, അതായത് രാത്രിയിൽ ധാരാളം പ്രാവശ്യം എഴുന്നേറ്റ് മൂത്രം ഒഴിക്കേണ്ടി വരിക എന്ന് പറയുന്നതും കിഡ്നിയുടെ ഒരു കോൺസെൻട്രേറ്റിംഗ്, കിഡ്നിയുടെ ഫംഗ്ഷൻ മോശമാകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പം അതുപോലെ അത് ആൾക്കാർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന, പ്രത്യേകിച്ചും അസുഖങ്ങളുള്ള ആൾക്കാർക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുന്നത് ഇതുപോലെ നമ്മൾ സ്വയം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. നമുക്കൊരു ഇതുപോലത്തെ നമ്മുടെ ഹാബിറ്റ്സിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അസുഖങ്ങൾ മുൻകൂട്ടി കണ്ടുപിടിക്കാനായിട്ട് ഒരു പരിധി വരെ സാധിക്കും. പിന്നെ കൃത്യമായ ചെക്കപ്പ് എപ്പോഴും ആവശ്യമാണ്. ക്രിയാറ്റിൻ ടെസ്റ്റുകൾ ചെയ്യുന്നത് പോലൊപ്പം തന്നെ മൂത്ര പരിശോധനകളും കൃത്യമായിട്ട് ചെയ്യേണ്ടി വരും. കിഡ്നിയിൽ കാണപ്പെടുന്ന സിസ്റ്റ് എത്രത്തോളം അപകടകരമാണ്? കിഡ്നിയിൽ ഉണ്ടാകുന്ന സിസ്റ്റുകൾ, അതായത് കുമിളകൾ എന്ന് പറയുന്നത് പലതരത്തിൽ വരാം. ചിലപ്പോഴത് ജനിതക രോഗങ്ങളുടെ ഭാഗമായിട്ട്, പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസിൻ്റെ ഭാഗമായിട്ട് വരാം. അത് പാരമ്പര്യമായിട്ട് വരുന്ന തരത്തിലുള്ള കിഡ്നിയുടെ സിസ്റ്റുകളാണ്. അല്ലാതെ പ്രായമാവുന്നവരിൽ സിമ്പിൾ സിസ്റ്റുകൾ കിഡ്നിയിൽ വരാം. അപ്പം അത് ഏത് ടൈപ്പ് അസുഖങ്ങളാണെന്നനുസരിച്ചിരിക്കും കിഡ്നിയുടെ ഭാവിയിലേക്കുള്ള ഒരു വൃക്ക ആരോഗ്യം എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് അത് വെച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. സിമ്പിൾ സിസ്റ്റുകൾ പലപ്പോഴും ഉപദ്രവകാരികളല്ല. അതേസമയം ആ സിസ്റ്റുകളിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്, കോംപ്ലക്സ് സിസ്റ്റുകളാണ് ആണെങ്കിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമായിട്ട് വരും. അതേസമയം പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് ഉള്ളവർക്ക് കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾക്കും കൃത്യമായ പരിശോധനകൾ ആവശ്യമാണ്. കാരണം ഭാവിയിൽ അവർക്ക് വൃക്ക സ്തംഭനത്തിലേക്ക് അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയറിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പം ഡോക്ടർ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് യൂറിനറി ഇൻഫെക്ഷൻ കിഡ്നി ഫെയിലിയറിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന്.
അത് കൃത്യമായി ട്രീറ്റ് ചെയ്യാതിരിക്കുന്നതാണോ, എന്താ അത് അടിക്കടി ഉണ്ടാകുന്ന അണുബാധയാണോ കിഡ്നിയുടെ ഫെയിലിയറിലേക്ക് നയിക്കുന്നത്? വൃക്ക രോഗികളിൽ ഈ യൂറിനറി ഇൻഫെക്ഷൻസ് കൂടുതലായിട്ടും കാണുന്നത് പ്രമേഹ രോഗികളിലാണ് കൂടുതലായിട്ടും കാണുന്നത്. അതേപോലെ കിഡ്നി സ്റ്റോൺ ഉള്ളവരിലും യൂറിനറി ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത, കോംപ്ലിക്കേറ്റഡ് യൂറിനറി ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രമേഹ രോഗികളിൽ യൂറിനറി ഇൻഫെക്ഷൻസ് മാത്രമല്ല, പാപ്പിലറി നെക്രോസിസ് എന്ന് പറയുന്ന ദശ കാരണം ഉണ്ടാകുന്ന തടസ്സം കാരണവും ഇതുപോലെ കോംപ്ലിക്കേറ്റഡ് യൂറിനറി ഇൻഫെക്ഷൻസ് വരാം. കോംപ്ലിക്കേറ്റഡ് ഇൻഫെക്ഷൻസ് എപ്പോഴും അത് പ്രോപ്പറായിട്ട് പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമായില്ലെങ്കിൽ കാലക്രമേണ കിഡ്നിയെ ബാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും സ്ത്രീകളിലും ഇതുപോലെ അടിക്കടി ഉണ്ടാകുന്ന യൂറിനറി ഇൻഫെക്ഷൻസ് അത് കിഡ്നിയുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതാണ്, പ്രത്യേകിച്ചും പ്രമേഹ രോഗികളിൽ. അതുകൊണ്ട് ഷുഗറിന്റെ കൺട്രോൾ, ബ്ലഡ് ഷുഗറിന്റെ കൺട്രോൾ കൃത്യമായിട്ട് നോക്കണം. അതുപോലെ തന്നെ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ്, യൂറിനറി ഇൻഫെക്ഷൻസ് വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ, അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും വജൈനൽ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അതുകൂടി ട്രീറ്റ് ചെയ്യുക, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ റിക്കറൻ്റ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ, അത് അടിക്കടി യൂറിനറി ഇൻഫെക്ഷൻസ് വരുന്ന ആൾക്കാർക്ക് സ്റ്റോണിൻ്റെയോ അല്ലെങ്കിൽ കിഡ്നിയിലെ ഒരു അപ്പർ ട്രാക്കിലോ ലോവർ ട്രാക്കിലോ ഒരു തടസ്സം ഉണ്ടെങ്കിലോ അത് മാറ്റുന്നതിനുള്ള ട്രീറ്റ്മെൻറ്റും പ്രോപ്പറായിട്ട് ചെയ്യാനുള്ളതാണ്. പേഷ്യൻസിൻ്റെ പ്രായപരിധിയിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും, വളരെ നല്ല ചോദ്യം. പ്രായപരിധിയിൽ വ്യത്യാസം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത് നമ്മുടെ ജീവിത രീതികൾ ധാരാളം മാറിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. ആഹാര രീതി മാറി, അതോടൊപ്പം തന്നെ ജീവിതശൈലി രോഗങ്ങൾ. പണ്ട് നമ്മൾ ഒരു 50 വയസ്സിന് മുകളിലുള്ള രോഗികളിലായിരിക്കും കൂടുതലായിട്ട് പ്രമേഹവും ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ രക്താതിസമ്മർദ്ദമൊക്കെ കാണുന്നത്. പക്ഷേ ഇപ്പോൾ ചെറുപ്പക്കാരിലും നമ്മുടെ വർക്ക് റിലേറ്റഡ് സ്ട്രെസ് ആണെങ്കിലും ലൈഫ് റിലേറ്റഡ് സ്ട്രെസ് ആണെങ്കിലും എന്ത് കാരണം കൊണ്ടാണെങ്കിൽ തന്നെയും ഹൈപ്പർ ടെൻഷനും പ്രമേഹവും ചെറുപ്പക്കാരിലും കാണുന്നതിൻ്റെ അളവ് കൂടുതലാണ്. അപ്പോൾ ഈ അസുഖങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് വർഷങ്ങൾ കഴിയുന്തോറുമാണ് അതിൻ്റെ മാനിഫെസ്റ്റേഷൻസ്, അത് മറ്റ് അവയവങ്ങളിലുള്ള അതിൻ്റെ ദോഷങ്ങൾ പ്രകടമായി തുടങ്ങുന്നത്. ഒരു 50 വയസ്സുള്ള ഒരാളിൻ്റെ ഡയബറ്റീസ് കണ്ടുപിടിക്കുന്ന ഒരാളിന് ഏകദേശം ഒരു 15 വർഷം കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കണ്ടു തുടങ്ങുന്നത്. അതേസമയം അതൊരു 25 വയസ്സിലോ 30 വയസ്സിലോ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും തുടങ്ങുന്ന ഒരു വ്യക്തിക്ക് അതിൻ്റെ കോംപ്ലിക്കേഷൻസും ഏകദേശം 45-50 വയസ്സാകുമ്പോഴേക്കും കണ്ടു തുടങ്ങുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ മാറിയ ആഹാര രീതി, ജീവിത സാഹചര്യങ്ങൾ, ജീവിത രീതികൾ, വ്യായാമത്തിൻ്റെ അഭാവം തുടങ്ങിയവയെല്ലാം തന്നെ നമ്മുടെ ഒരു ജനറൽ ആയിട്ടുള്ള ഇതുപോലത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസസിലെല്ലാം കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നേരത്തെ അല്ലെങ്കിൽ കുറെ കൂടി നേരത്തെയാണ് നമ്മളിപ്പോൾ ഈ അസുഖങ്ങളെല്ലാം കാണുന്നത്. അതിൻ്റെ കോംപ്ലിക്കേഷൻസും കുറച്ചുകൂടി നേരത്തെ ആയിരിക്കും കണ്ടുവരുന്നത്. ഒരു കിഡ്നി രോഗി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? കിഡ്നിയുടെ ഫംഗ്ഷൻ അനുസരിച്ച് നമ്മൾ പല സ്റ്റേജായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന് സ്റ്റേജ് 1 തൊട്ട് 5 വരെയുണ്ട്. അപ്പോൾ സ്റ്റേജ് 1 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക, അല്ലെങ്കിൽ സ്റ്റേജ് 2 ആദ്യത്തെ 3 സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഒരു പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ഒരു ഡോക്ടർക്ക് ഏറ്റവും നല്ലത്. കാരണം ആ ഒരു രോഗിക്ക് കൃത്യമായ ചികിത്സ കൊടുക്കുന്നതിനും ആ ഒരു ഉള്ള കിഡ്നിയുടെ ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യിക്കുന്നതിനും അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നതിനും ഒക്കെ ധാരാളം മാർഗ്ഗങ്ങൾ ഇപ്പോഴുണ്ട്. അപ്പോൾ ആ ഒരു ഏർലി ഡിറ്റക്ഷൻ എന്നുള്ളതാണ്, അത് നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം നമ്മൾ ആ കിഡ്നിയുടെ ഈ ഒരു ഡാമേജ് കണ്ടുപിടിക്കുന്നത് ലേറ്റ് ആവുന്നതിനനുസരിച്ച് നമുക്ക് കൊടുക്കാവുന്ന ട്രീറ്റ്മെൻറ്റിനും പരിധികളുണ്ട്. അപ്പോൾ ആ സമയത്ത് ലേറ്റ് ആവുന്നതിനനുസരിച്ച് നമുക്ക് കൊടുക്കാവുന്ന ട്രീറ്റ്മെൻറ്റ് ആ ഫംഗ്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകൾ മാത്രമായിരിക്കും കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒരു കിഡ്നി രോഗി ഇപ്പോൾ കിഡ്നിക്ക് ഒരു അസുഖമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൃത്യമായ ചെക്കപ്പാണ് പ്രധാനമായിട്ടും ആവശ്യം. പിന്നെ ആഹാരത്തിൽ നിയന്ത്രണം, കൃത്യമായിട്ട് മരുന്നുകളുടെ ഉപയോഗം, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓവർ ദ കൗണ്ടർ പെയിൻ കില്ലേഴ്സ് വാങ്ങിച്ച് കഴിക്കാതിരിക്കുക, കിഡ്നിക്ക് ദോഷകരമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ഡയറ്റും വെള്ളത്തിൻ്റെ അളവുമൊക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉള്ളത് ഉപയോഗിക്കുക. പിന്നെ ഇത് ഓൾട്ടർനേറ്റ് മെഡിസിൻസിൻ്റെ യൂസ് പലപ്പോഴും കിഡ്നിക്ക് ഉപയോഗത്തെക്കാളേറെ ദോഷമായിരിക്കും ചെയ്യാറ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു രോഗിക്ക് ചെയ്യാനുള്ളത്. പിന്നെ ഡയറ്റിലുള്ള നിയന്ത്രണം ഓൾറെഡി പറഞ്ഞു, ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക, പൊട്ടാഷ്യത്തിൻ്റെ അളവ് കുറയ്ക്കുക, ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യാമെന്ന് പറയുന്നത്. പിന്നെ രോഗിക്ക് ഒരു രോഗത്തിൻ്റെ നിയന്ത്രണത്തിൽ രോഗിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു അലംഭാവം ഒരിക്കലും അതിന് സഹായിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ചെക്കപ്പ് ആണ് പ്രധാനമായിട്ടും ആവശ്യമായിട്ടുള്ളത്. പിന്നെ പാരമ്പര്യ രോഗങ്ങളാണെങ്കിൽ, അതായത് അടുത്ത തലമുറയിലുള്ളവർക്കും ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ചെയ്യുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സിസ്റ്റിക് ഡിസീസസിൽ ചിലതരം ജനിതക അസുഖങ്ങളിലൊക്കെ കുടുംബത്തിലുള്ള മറ്റ് അടുത്ത തലമുറയിലുള്ള ആൾക്കാർക്കും കൃത്യമായിട്ടുള്ള ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കിഡ്നി രോഗം കൃത്യമായി ചികിത്സിക്കാതിരുന്നാൽ ശരീരത്തിലെ മറ്റ് അവയവങ്ങളെ ബാധിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്?
തീർച്ചയായിട്ടും കിഡ്നി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ശരീരത്തിലെ വേസ്റ്റ് പുറന്തള്ളുക എന്ന് പറയുന്ന ഒരു ജോലി മാത്രമല്ല കിഡ്നിയുടെ എന്നുള്ളത്. നമ്മുടെ രക്തം ഉണ്ടാക്കുന്നത്, അതായത് ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കിഡ്നിയാണ്. അതേപോലെ നമ്മുടെ വൈറ്റമിൻ ഡി, കാൽഷ്യം, ഫോസ്ഫറസ് അങ്ങനെ തുടങ്ങിയ പല മിനറൽസിൻ്റെയും പ്രൊഡക്ഷൻ കിഡ്നി വഴിയാണ്. നമ്മുടെ BP കൺട്രോൾ ചെയ്യുന്നത് കിഡ്നി വഴിയാണ്. അപ്പോൾ എല്ലാ ഓർഗൻസും പരസ്പരം ഒരു ക്രോസ് ടോക്ക് ഉണ്ട്. അപ്പോൾ ഒരു ഓർഗൻ, ഒരു അവയവത്തിനൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കിഡ്നിയുടെ അസുഖം ബാധിക്കുന്നത് മറ്റ് അവയവങ്ങളിലും തീർച്ചയായിട്ടും ബാധിക്കാം. അപ്പം കിഡ്നി അസുഖമുള്ളവരിൽ അതുപോലെ കാണുന്നത് കൂടുതലായിട്ടും ഹാർട്ടിൻ്റെ അസുഖങ്ങൾ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കൂടുതലായിട്ട് കാണുന്നവരുണ്ട്. അതേപോലെ കാൽഷ്യം, ഫോസ്ഫറസ് തുടങ്ങിയ മിനറൽസിൻ്റെ വ്യത്യാസം ഉണ്ടാകാം. പിന്നെ ഹൈപ്പർ ടെൻഷൻ, BP കൺട്രോള് കുറച്ചുകൂടി ഡിഫിക്കൽട്ടായിരിക്കും, കുറച്ചുകൂടി ബുദ്ധിമുട്ടിലായിരിക്കും കിഡ്നിയുടെ അസുഖമുള്ളവരിൽ. അതുപോലെ അനീമിയ, അതായത് രക്തക്കുറവ്, അത് കിഡ്നി ഡിസീസ് ഉള്ള പേഷ്യൻസിന് വളരെ കൂടുതലാണ്. ഓരോ അവയവത്തിൻ്റെ ഫംഗ്ഷനിലെ കുറവ് മറ്റ് അവയവങ്ങളിലെയും തീർച്ചയായിട്ടും ബാധിക്കും.